ഓം ശാന്തി. ഓം ശാന്തി. ഇന്നത്തെ നമ്മുടെ സത്സംഗ വിഷയം കുംഭകർണ നിദ്രയാണ്. നിദ്ര നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ? ഉറങ്ങാൻ ഇഷ്ടമാണോ? രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, ഇവർ 3 സഹോദരന്മാരാണ്. അവരുടെ ഏക സഹോദരിയാണ് ശൂർപ്പണഖ. ഈ 3 സഹോദരന്മാരും ചേർന്ന് തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തും. എന്നിട്ട് വരം ചോദിക്കും. രാവണൻ എന്ത് വരമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? രാവണൻ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? രാവണൻ ബ്രഹ്മാവിനോട് ചോദിക്കും, എന്നെ ദേവന്മാർക്കോ അസുരന്മാർക്കോ ഗന്ധർവന്മാർക്കോ എന്നെ കൊല്ലാൻ പറ്റില്ല, പാടില്ല. മനുഷ്യരൊഴികെ വേറൊരാൾക്കും എന്നെ കൊല്ലാൻ പാടില്ല. ആ ഒരു വര എനിക്ക് തരൂ. കാരണം രാവണൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അഹങ്കാരം, മനുഷ്യനെന്തായാലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പം പിന്നെ ഞാൻ ഒരിക്കലും മരിക്കില്ല, എന്നെ ആർക്കും കൊല്ലാൻ പറ്റില്ല. ബ്രഹ്മാവ് വരം കൊടുത്തു. അത് കേട്ടപ്പോൾ തന്നെ ദേവന്മാരെല്ലാവരും ആകെ ചിന്താക്കുഴപ്പത്തിലായി. ഒയ്യോ, ഇനി ഈ രാക്ഷസൻ ആകെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ, നമ്മളൊക്കെ ഉപദ്രവമാകുമല്ലോ. അപ്പോഴേക്കും അടുത്ത 2ാമത്തെ ആളോട് ബ്രഹ്മാവ് വരം ചോദിക്കാൻ പറയും. അപ്പോൾ സരസ്വതി ദേവിയുടെ അടുത്ത് ദേവന്മാരെല്ലാം കൂടെ പോയിട്ട് അപേക്ഷിക്കും. ദേവി പോയിട്ട് ആ കുംഭകർണൻ്റെ നാവിലൂടെ എന്തെങ്കിലും ഒരു വികൃതി ഒപ്പിക്കണം, അല്ലെങ്കിൽ അവനും കൂടി ഇങ്ങനെ എന്തെങ്കിലും വരം ചോദിച്ചാൽ പിന്നെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. അങ്ങനെ കുംഭകർണൻ വരം ചോദിക്കുന്ന സമയത്ത് സരസ്വതി ദേവി നാവിൽ വികൃതി ഒപ്പിക്കും. അങ്ങനെ നിദ്രാവത്വം വേണമെന്നാണ് ചോദിക്കുക ബ്രഹ്മാവിനോട്. കുംഭകർണൻ 6 മാസം ഉറങ്ങുക, 6 മാസം ഉണർന്നിരിക്കുക. ബ്രഹ്മാവ് വരം കൊടുക്കും. അടുത്ത ആളാരാണ്? വിഭീഷണൻ. വിഭീഷണൻ്റെ അടുത്ത് ബ്രഹ്മാവ് ചോദിക്കുമ്പോൾ വിഭീഷണൻ എന്താ പറയുന്നതെന്നറിയോ? അങ്ങേ കണ്ടതേ എനിക്ക് വരാണ്. ഇനി എനിക്ക് വേണ്ടത് ഒരേ ഒരു വരം മാത്രമാണ്. എൻ്റെ ഭക്തി ഒരിക്കലും കുറയരുത്. പാപത്തോട് എനിക്ക് എപ്പോഴും വെറുപ്പുണ്ടായിരിക്കണം. അധർമ്മത്തിൽ നിന്ന് ദൂരെ നിൽക്കാനുള്ള ശക്തി എനിക്ക് എപ്പോഴും തരണം. ഇത്ര എനിക്ക് ആവശ്യമുള്ളൂ, വേറെ ഒന്നും വേണ്ട. അങ്ങനെ 3 പേർക്കും വരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഥ നമ്മുടെ വന്ന് നിന്നത് സേതുബന്ധനം അല്ലേ? സേതുബന്ധനം കഴിഞ്ഞു. അതിനുശേഷം രാമനും സൈന്യം എവിടെ എത്തി? ലങ്കയിലെത്തി. യുദ്ധം ആരംഭിക്കുകയാണ്. അപ്പോഴേക്ക് രാവണന് ഇരിക്കപ്പൊറുതിയില്ല. നോക്കുമ്പോൾ ഉണ്ട് കുംഭകർണ സുഖനിദ്രയിലാണ്. അപ്പോൾ ഈ പൊരിഞ്ഞ യുദ്ധത്തിൽ കുംഭകർണനല്ലാതെ വേറൊരാൾക്കും ജയിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ രാവണന് വരും. കാരണം കുംഭകർണൻ അതിശക്തനാണ്. ഇവനെ എങ്ങനെയാലും ഉറങ്ങണം, ഇവനെ ഉറക്കത്തിൽ നിന്ന് എങ്ങനെയാലും ഉണർത്തണം. 6 മാസം ഉറങ്ങുകയല്ലേ, ആ ഉറക്കത്തിൽ നിന്ന് ആർക്കും ഉണർത്താൻ പറ്റില്ല. അവസാനം കുറേ 1000കണക്കിന് ആനകളെയും കുതിരകളെയൊക്കെ വിട്ട് ചവിട്ടി ഉണർത്താൻ വേണ്ടിയിട്ട് അവസാനം ഉണരും. ഉണർന്നപ്പോഴേക്ക് വിശപ്പാണ്, അവ കുറേ കഴിക്കും. എന്നിട്ട് അവസാനം രാവണൻ പറയും, ഇതുപോലെ രാമനും സൈന്യം വന്നിട്ടുണ്ട്, യുദ്ധം നടക്കുകയാണ്, നീ പോയിട്ട് രാമനെതിരെ യുദ്ധം ചെയ്യൂ. അപ്പോൾ കുംഭകർണൻ പറയും, നീ ഉണ്ടാക്കി വെച്ച വിനയല്ലേ, ഞാൻ എന്തിനാ ഇതിലൊക്കെ ഇടപെടേണ്ട ആവശ്യം, നീ തന്നെ തീർത്തോ പറയും. അപ്പോഴേക്കും രാവണൻ ഭീഷണിപ്പെടുത്തും, ഇല്ല നീ യുദ്ധം ചെയ്തേ മതിയാകുള്ളൂ. അവസാനം നിവൃത്തിയില്ലാതെ കുംഭകർണൻ യുദ്ധത്തിന് പുറപ്പെടും. കുംഭകർണൻ അതിശക്തനാണ്. കുരങ്ങന്മാരെയൊക്കെ കാണുമ്പോഴേക്കും പിടിച്ച് വാരി വലിച്ച് കഴിക്കാൻ തുടങ്ങും. അങ്ങനെ സർവനാശം വധിക്കും വാനര സൈന്യത്തിൽ. ഇത് അവസാനം രാമബാണം ഏറ്റിട്ട് കുംഭകർണൻ മരിക്കും. മരിക്കുന്നതിന് മുമ്പ് വിഭീഷണൻ്റെ അടുത്ത് പറയും. കാരണം വിഭീഷണൻ രാമൻ്റെ സേനയിൽ നേരത്തെ ചേർന്നു. രാവണനെ ഇറക്കി വിടും.
വിഭീഷണനെ. കാരണം രാമന്റെ കൊട്ടാരത്തിൽ ഇരുന്നിട്ട് എപ്പോഴും രാവണന്റെ കൊട്ടാരത്തിലാണ് ഇരിക്കണേ, പക്ഷെ രാമനാമാണ് ജപിച്ചുകൊണ്ടിരിക്കണം. അത് കാരണം ഇറക്കി വിട്ടു, രാമന്റെ കൂടെ ചേർന്നിരിക്കുക. അപ്പോൾ വിഭീഷണന്റെ അടുത്ത് പറയും കുംഭകർണൻ, നീ വളരെ ഭാഗ്യശാലിയാ, നീ രാമന്റെ കൂടെ ചേർന്നില്ലേ. ഞാൻ നോക്കൂ ഉറങ്ങിപ്പോയത് കാരണം ഇതൊന്നും അറിഞ്ഞൂല്ല. എനിക്കിപ്പോൾ അവസാനം രാമന്റെ അടുത്ത് യുദ്ധം ചെയ്യേണ്ടി വരിക, രാമബാണായിട്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്. നീ ഭാഗ്യശാലിയാണ് എന്ന് പറയും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുംഭകർണൻ എപ്പോഴേ ഉണരണുള്ളൂ, യുദ്ധസമയത്തേ ഉണരണുള്ളൂ. അതിന് മുമ്പ് ഉണർന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, രാമന്റെ കൂടെ ചേർന്നിട്ടുണ്ടാവും. ഈ കുംഭകർണ നിദ്രയിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടേ? നമ്മളും കുംഭകർണന്മാരെ പോലെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന, കഴിച്ചും കുടിച്ചും അജ്ഞാന അന്ധകാരത്തിൽ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരുന്ന, അജ്ഞാന അന്ധകാരത്തിൽ ഉറങ്ങി എന്താകും, കേവലം ഭോഗി ജീവിതം മാത്രമാകും. കണ്ണടഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ എന്താ, 6 മാസം ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 3-ാം കണ്ണ് നമ്മുടെ അടഞ്ഞു കിടക്കുക. അകക്കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഇപ്പൊ ബാക്കി എല്ലാവർക്കും 2 കണ്ണുണ്ട്, ആ കണ്ണും കൊണ്ട് ഓടി നടക്കുന്നുണ്ട്, പക്ഷെ എന്തില്ല, അകക്കണ്ണിന് കാഴ്ചയില്ല. ജ്ഞാന നേത്രമാണ് അടഞ്ഞു പോയത്, നിദ്രയിലാണ്, അജ്ഞാന നിദ്രയില്ല. തിരിച്ചറിവിന്റെ വെളിച്ചമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ചുറ്റുപാടും എന്താ നടക്കണം, എന്താ സമയം, എല്ലാം സാധനങ്ങളും സൗകര്യങ്ങളും വർദ്ധിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും എന്താ വിചാരിച്ചിരിക്കണേ, ഓ ലോകം വികസിക്കുക വികസിക്കുക വികസിക്കുക. ഇതൊക്കെ ഈ സൗകര്യവും സാധനവും ഒക്കെ നമുക്ക് ഭോഗിക്കാനാണ്. ഉണ്ണാനും ഉറങ്ങാനും വേണ്ടിയിട്ട് അതെല്ലാം വാരിക്കൂട്ടാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ. അങ്ങനെ കേവലം ഭോഗി ജീവിതം മാത്രം. അതാണ് കുംഭകർണന്റെ വലിയ ശരീരമാണ്. ശരീരബോധമുണ്ട്, പക്ഷെ ഏത് ബോധമില്ല, സത്യബോധമില്ല. ഈ അസത്യത്തിന്റെ ബോധത്തിലാണ് ജീവിക്കണം. സത്യബോധം നഷ്ടപ്പെട്ടു പോയി. അതാണ് വലിയ ശരീരം. ശരീരബോധം കൂടുതലല്ല, ആത്മബോധം ഏറ്റവും കുറഞ്ഞു പോയി. അതുകൊണ്ട് ഭോഗിയായിട്ട് ജീവിച്ച് തീർന്നുകൊണ്ടിരിക്കുക. ഭോഗിച്ച് 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 കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പോയി 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 അതിൽ നിന്ന് കിട്ടുന്നതെല്ലാം വരി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും ഓരോരുത്തരെ ആലോചിക്കണം. ഈ കണ്ണ് കാണിച്ചു തരുന്ന കാഴ്ചയുടെ സുഖവും അല്ലേ, കേൾവിയുടെ സുഖവും, നാവിൻ്റെ രുചിയുടെ സുഖവും, സ്പർശന സുഖവും, ഇതിൻ്റെ പിന്നാലെ മാത്രമാണോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണേ? ഇന്ദ്രിയ സുഖങ്ങൾക്കെല്ലാം ഉപരിയായിട്ട് ഒരു അതീന്ദ്രിയ സുഖമുണ്ട്. ഇന്ദ്രിയങ്ങളിലൊന്നുകൂടെ ഒന്നും കിട്ടാത്തൊരു സുഖം, ആത്മസുഖം. ആ ആത്മീയ സുഖം ഞാൻ എടുക്കണുണ്ടോ, അതോ കേവല ഇന്ദ്രിയ സുഖത്തിൽ മാത്രമാണോ പോണേ? കാരണം ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. കാരണം ഇത് നശിക്കുന്നതാണ്, നശ്വരമാണ്. അനശ്വരമായത് ഞാൻ അനശ്വരതയെ അറിയാനും അനശ്വര സുഖത്തെ അനുഭവിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് വിഷമിക്കേണ്ടി വരും. ഇത് നഷ്ടപ്പെടുമ്പോഴും വിഷമാണ്, ദുഃഖമാണ്, നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പേടിയാണ് അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ കുംഭകർണന്മാരെ പോലെ കേവലം കഴിച്ചും കുടിച്ചും ഉറങ്ങാനുള്ളതല്ല ജീവിതം എന്ന ബോധമാണ് കുംഭകർണനിലൂടെ തരുന്നത്. പിന്നെയോ അടുത്ത കുംഭകർണ നിദ്ര അവിദ്യയെ കാണിക്കുകയാണ് നമുക്ക്. വിദ്യ നഷ്ടപ്പെട്ടു. ഏത് വിദ്യ? സ്കൂളും കോളേജിലൊക്കെ പോയി നല്ല പഠിപ്പൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിഗ്രികളുടെ എണ്ണം കൂട്ടി 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 വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മളിൽ അവശേഷിച്ചിരിക്കുന്ന അവിദ്യ എന്താണ്? അറിവില്ലായ്മ എന്താണ്? നമ്മൾ ഏതല്ലയോ അതാണ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പം ജീവിക്കണം. ഈ കാണുന്ന ശരീരമാണ് ഞാൻ, ആ ബോധത്തിലാണ് ജീവിക്കണേ. ഈ ദേഹമല്ല നമ്മൾ. പക്ഷെ ഞാൻ ഈ കാണുന്ന, കാരണം കണ്ണാടി ഈ ദേഹത്തെ കാണിച്ചു തരുള്ളൂ. ഈ നിറമാണ് ഞാൻ, ഈ സൗന്ദര്യമാണ് ഞാൻ, ഈ രൂപമാണ് ഞാൻ. എന്താണോ ജോലി അതുതന്നെയാണ് ഞാൻ. ഞാൻ എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, സുന്ദരനാണ്, സുന്ദരിയാണ്, ഇന്ത്യക്കാരനാണ്, അമേരിക്കക്കാരനാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പേരാണ്. മലയാളിയാണ്, തമിഴനാണ്, നമ്മുടെ ഭാഷയുടെ പേരാണ്. എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, നമ്മുടെ ജോലിയുടെ പേരാണ്. ഏതൊക്കെയാണോ എൻ്റെ അതൊക്കെയാണ് ഞാനെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ഈ ജോലി ഒരു ദിവസം പോവും, റിട്ടയർ ആവില്ലേ?
ഈ സൗന്ദര്യവും കുറഞ്ഞുകൊണ്ടിരിക്കും ഓരോ ദിവസം കഴിയും തോറും. പക്ഷേ ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിയും അല്ലേ, ഡൈയും പല്ല് വയ്ക്കാനും എല്ലാം പഠിച്ചത് കാരണം സയൻസ് വളർന്നത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ സൗന്ദര്യം എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതും ഒരു ദിവസം നഷ്ടപ്പെടുമല്ലോ. ഈ ദേഹം തന്നെ നഷ്ടപ്പെട്ട മരണത്തോടുകൂടി ഇതും പോവുമല്ലോ അല്ലേ. അപ്പം നമ്മൾക്ക് ബാധിച്ച അവിദ്യ എന്താണ്? ഉദാഹരണം നോക്കൂ, ഒരാളുടെ പേര് അശോകൻ എന്നാണ്. അയാൾക്ക് ജോലി, അയാൾ എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറാണെന്നിരിക്കട്ടെ. അയാളുടെ സ്ഥലം തിരുവനന്തപുരംകാരനാണ് ആള്. അപ്പം അയാളുടെ വിചാരം എന്താ? ഞാൻ അശോകനാണ്, സിവിൽ എഞ്ചിനീയറാണ്, ഞാൻ ട്രിവാൻഡ്രംകാരനാണ്. 1000 അശോകൻ എന്നുള്ള പേരുള്ളവരുടെ കൂട്ടത്തിൽ അയാൾ നിൽക്കാന്നിരിക്കട്ടെ. 1000 പേര് അശോകൻ എന്ന് പേരുള്ളവർ. ആ 1000 പേരുടെ കൂടെ നിൽക്കുമ്പോൾ ഇയാളുടെ പേരിന് വല്ല മഹത്വം ഉണ്ടോ? എല്ലാവരുടെ പേരും എന്താണ്? ഇനി അയാള് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. അത് സിവിൽ എഞ്ചിനീയർമാരുടെ സമ്മേളനമാണ്. അതിൽ 1000 സിവിൽ എഞ്ചിനീയർമാരാണ്. അതിലൊരാളാണ് ഇയാള്. അപ്പൊ ഇയാൾക്ക് ഞാൻ സിവിൽ എഞ്ചിനീയർ ആണെന്ന് പരിചയപ്പെടുത്താൻ പറ്റൂ? ആ ഐഡിക്ക് യാതൊരു പ്രസക്തിയും അവിടെ ഇല്ല. ഇനി 1000 തിരുവനന്തപുരംകാർ ഒരുമിച്ച് നിൽക്കുക, അപ്പോഴോ? ഇനി ഇയാൾ അമേരിക്കയിൽ പോവാ, പിന്നെ അവിടെ ട്രിവാൻഡ്രംകാരെന്ന് പറഞ്ഞ വല്ല വിലയുണ്ടോ? ഇല്ല. അവിടെ ഇന്ത്യൻ, അതിന് മാത്രമേ ഉള്ളൂ പ്രസക്തി. അപ്പൊ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? എൻ്റെ ജോലി, എൻ്റെ ജാതി, എൻ്റെ നിറം, എൻ്റെ സൗന്ദര്യം, ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ്, ഇതെല്ലാം നമ്മൾ പിടിച്ചു വെച്ചിരിക്കുക, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ എൻ്റെ റോളുമായി ബന്ധപ്പെട്ട് എനിക്ക് ഈ നാടകശാലയിൽ കിട്ടിയ ഈ കോസ്റ്റ്യൂം, ശരീരം, ഈ വസ്ത്രം, ഇതുമായി കിട്ടിയ വേഷങ്ങൾ, ഈ വേഷമൊക്കെ ഞാനാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇരിക്കണം. പക്ഷെ മരണസമയത്ത് എന്താ സംഭവിക്കണേ? മരിക്കുന്ന നിമിഷം എൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചു വെച്ച സാധനം എല്ലാം എന്ത് ചെയ്യും? ഒന്നൊന്നായിട്ട് നഷ്ടപ്പെടും. പിന്നെ അവശേഷിക്കുന്നത് എന്താ? ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി, ഞാൻ ഈ ദേഹത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ശരീരം ഇത് വെറും ജഡവസ്തുവാണ്. പിന്നെ എഞ്ചിനീയറും അല്ല, ഡോക്ടറും അല്ല, തിരുവനന്തപുരംകാരനും അല്ല, അശോകനും അല്ല, എഞ്ചിനീയറും അല്ല, യാതൊരു പ്രസക്തിയില്ല. പിന്നെ ബോഡിയാണ്. പിന്നെ അശോകൻ എന്ന് പറയില്ല, എല്ലാവരും എന്താ പറയുക? ബോഡി കൊണ്ടുപോയി കത്തിക്കും. എഞ്ചിനീയറെ കൊണ്ടുപോകുമെന്ന് പറയില്ല ആരും, ബോഡി കൊണ്ടുപോയി കത്തിക്കും. അപ്പം ഞാൻ അനശ്വര ചൈതന്യം, ഞാൻ ഇതിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനും വീണ്ടും എന്ത് ചെയ്യും? ഡ്രൈവറല്ലേ. ആത്മാവിന് നാശമില്ല. ഈ അനശ്വര ചൈതന്യം എന്ത് ചെയ്യും? അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോവും. അവിടെ ഒരു കുട്ടിയായിട്ട് ജനിക്കും, വീണ്ടും പുറത്തു വന്നിട്ട് ഒരു കുഞ്ഞായിട്ട് വളരും. അപ്പം ഇതിൽ നമ്മൾ എന്താ തിരിച്ചറിയേണ്ടത്? ഞാൻ എന്തല്ലയോ അതാണ് ഞാനെന്ന വിചാരത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുകയാണ്. അതാണ് കുംഭകർണ നിദ്ര. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഉണരണം. എങ്ങനെ ഉണരണം? ഞാൻ ആരാണെന്ന സത്യബോധത്തിലേക്ക് നമുക്ക് തിരിച്ചു വരണം. ആ വിദ്യയാണ് ഇപ്പം നമുക്ക് നേടേണ്ട, ആത്മവിദ്യ. ആ ആത്മവിദ്യയാണ് നമുക്ക് രാമായണത്തിലൂടെ നൽകണം. ആത്മാരാമന്റെ തിരിച്ചറിവാണ്. അതുകൊണ്ടാണ് രാമായണത്തിൽ നമുക്ക് 3 രാമന്മാരെയും കാണണം എന്ന് പറയുന്നത്. കേവലം ശ്രീരാമചന്ദ്രന്റെ കഥയായിട്ട് കണ്ടാൽ നമുക്ക് ആത്മാരാമനെ കാണാൻ പറ്റില്ല. ആ എഡ്യൂക്കേഷനാണ് ഇപ്പം നമുക്ക് ആവശ്യം. സ്കൂൾ കോളേജിൽ നിന്ന് നമുക്ക് ആത്മവിദ്യയുടെ വിദ്യാഭ്യാസം കിട്ടണില്ല. ആത്മാവിൻ്റെ ജ്ഞാനമോ ആത്മാവിനെ കുറിച്ചുള്ളൊരു പഠനമോ ഇതൊന്നും തന്നെ നമുക്ക് നമ്മുടെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒന്നും നമുക്ക് കിട്ടണില്ല. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടം, ആ സമയത്ത് ആദ്യം പഠിപ്പിക്കുന്ന പാഠം ആത്മജ്ഞാനാണ്. പിന്നെയാണ് ധർമ്മബോധം ഉണ്ടാക്കി കൊടുക്കണം, നീതിബോധം ഉണ്ടാക്കി കൊടുക്കണം, ന്യായബോധം ഉണ്ടാക്കി കൊടുക്കുക. ഇതിനൊക്കെ ശേഷം മാത്രമേ ഗണിതവും രാജ്യവിദ്യയൊക്കെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നതേ കണക്കും സയൻസും സോഷ്യലും എല്ലാം പഠിക്കും. പക്ഷേ ജീവിതം ജീവിക്കാനുള്ള കണക്ക് കൂട്ടാൻ നമുക്കറിയണില്ല. ജീവിതത്തിൻ്റെ സയൻസ്, അതാണ് സ്പിരിച്വാലിറ്റി, അതറിയില്ല. ലൈഫിൻ്റെ കണക്കാണ് കർമ്മഫലജ്ഞാനം. ആ കണക്ക് കൂട്ടാൻ മാത്രം നമുക്കറിയണില്ല. അതുകൊണ്ടാണ് നമുക്ക് കണക്കുകൾ പഴയ്ക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ശാസ്ത്രമാണ് ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ള ശാസ്ത്രം. എങ്ങനെ ഒരു നർത്തകിക്ക് നാട്യശാസ്ത്രം വേണം, എങ്ങനെ ഒരു പാട്ടുകാരന് സംഗീതത്തിൻ്റെ ശാസ്ത്രം പഠിച്ചിരിക്കണം, അതേപോലെ നമുക്ക് ജീവിതം എങ്ങനെ ജീവിക്കണം. ജീവിതം എന്താണെന്ന് സയൻസ് നമ്മളെ പഠിപ്പിക്കും, പക്ഷെ എങ്ങനെ ജീവിക്കണമെന്ന്
നമ്മളെ പഠിപ്പിക്കണില്ല. അതിനുള്ള സയൻസ് ആണ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മിക ജ്ഞാനം. അപ്പോഴേ നമുക്ക് വിദ്യ പ്രാപ്തമായി എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് പറയണേ അപ്പോഴേ ഈ രാക്ഷസ സ്വഭാവങ്ങൾ അപ്പോഴേ മാറുള്ളൂ. രാക്ഷസനിൽ നിന്ന് നമുക്ക് സാക്ഷരരാകണം. അതിന് നമുക്ക് MAയും M.Edും അല്ലെങ്കിൽ BSc MSc ഒക്കെ മാത്രം പോരാ. ഇതൊക്കെ നേടിയിട്ടും എന്താ ചെയ്യണേ? രാക്ഷസ സ്വഭാവങ്ങൾ കാണിക്കുക. അപ്പം നമ്മളിലെ രാക്ഷസ സ്വഭാവങ്ങൾ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട്, ആധ്യാത്മിക വിദ്യ. ആ വിദ്യ കിട്ടിയാലേ കുംഭകർണ നിദ്രയെന്ന് നമ്മൾ ഉണരുള്ളൂ. പിന്നെ മിഥ്യാജ്ഞാനം, അഹങ്കാരം, ഞാൻ മാത്രം റൈറ്റ്, വേറെ ആരും ശരിയില്ല, ഞാൻ ശരി, എൻ്റെ തീരുമാനം ശരി, എൻ്റെ കാഴ്ചപ്പാട് ശരി, ഞാൻ പറയുന്നത് ശരി. ഈ അഹങ്കാരത്തിലാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും ചെറുതായിട്ട് കാണുക, ഞാൻ മാത്രം റൈറ്റ്. അടുത്ത നിദ്ര അതാണ്. ഈ നിദ്രയിലാണ് കുംഭകർണന്മാരായ നമ്മളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയോ കാലത്തിൻ്റെ കാലൊച്ചയും കേൾക്കണില്ല. സമയം എന്താ? ഒരു വാച്ച് ഓടിക്കൊണ്ടിരുന്ന ഒരു വാച്ച് 2 തരത്തിൽ നിന്നു പോവും. നമ്മൾ കണ്ടിട്ടില്ലേ? ചിലപ്പോൾ അത് ഫാസ്റ്റ് ആയിട്ട് ഓടും, അപ്പോഴും നമുക്കറിയാം വാച്ച് ശരിയല്ല, കേടാണ്. ചിലപ്പോൾ അത് സ്ലോ ആയിട്ട് ഓടും. ഇത് രണ്ടും നോർമൽ അല്ല. ഫാസ്റ്റായിട്ടുള്ള ഓട്ടം ഓടന്നെ. എല്ലാവരോടും ചോദിച്ചാൽ സമയമില്ല, ഞങ്ങൾ ഭയങ്കര ബിസിയാ. എന്തിൻ്റെ പിന്നാലെ ഓടണേ? വരിക്കൂട്ടാനുള്ള ഓട്ടം. ചിലർ സ്ലോ വണ്ടികളാ, വാച്ച് ഭയങ്കര സ്ലോ ആയിട്ടേ ഓടുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിരാശ, വിഷാദം, അശാന്തി, ദുരിതം. കഴിവുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല. സൂചിയുണ്ട്, ബാറ്ററി ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ സ്ലോ ആണ്. ശരീരം, മനസ്സ്, ബുദ്ധി എല്ലാം തന്നിട്ടുണ്ട്, പക്ഷെ അതിനെ സദുപയോഗം ചെയ്യാൻ പറ്റണില്ല. ഒന്നുകിൽ ദുരുപയോഗം, കൂടുതൽ ഉപയോഗിക്കുക, ഭോഗിച്ച് തീർക്കുക. അതല്ലെങ്കിൽ ഉപയോഗിക്കുന്നതേ ഇല്ല, ഇരുന്ന് തുരുമ്പ് പിടിച്ചു പോവുക. ഇത് 2 ജീവിതമല്ല. ഇത് 2ഉം കുംഭകർണ നിദ്രയാണ്. 2 എക്സ്ട്രീമിറ്റിയിലുള്ള കുംഭകർണ നിദ്രയാണ്. ഒന്ന് മിസ്യൂസിങ്, മറ്റൊന്ന് യൂസ് ചെയ്യുന്നതേ ഇല്ല. ഈ നിദ്രയിൽ നമുക്ക് ഉണർന്ന് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരണം. എവിടേക്ക് വരണം? ഇന്നുകളിൽ ജീവിക്കണം. ഒന്ന് പാസ്റ്റിലോടുക, ഒന്ന് ഫ്യൂച്ചറിലോടുക. നമുക്ക് ജീവിക്കേണ്ടത് പ്രസൻറ്റിലാണ്, വർത്തമാനത്തിലാണ്. നാളെ എന്താകും. കുറേ അധികം സമയം ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ടാണ് ആൾക്കാരുടെ പോണത്. ആണല്ലേ? ചിന്തിക്കാറുണ്ടോ? അയ്യോ ഭഗവാനെ, നാളെ എന്താവും, അവരെന്താവും, എൻ്റെ കുട്ടിയുടെ ഭാവി എന്താവും, അവർക്കെന്ത് സംഭവിക്കും, ഇവർക്കെന്ത് സംഭവിക്കും. എല്ലാം നമുക്ക് ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ ജാസ്തിയാണ്. പിന്നെ കൂടുതൽ സമയം പോണത് പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച്, അവർ പറഞ്ഞത്, ഇവർ പറഞ്ഞത്, അവർ ചെയ്തത്, 5 വർഷം മുമ്പ് പറഞ്ഞത്, 50 വർഷം മുമ്പ് പറഞ്ഞത് എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട, അറിഞ്ഞു ഇന്നലെ അമ്മായിമ്മ അങ്ങനെ പറഞ്ഞു, അറിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു, എൻ്റെ നാത്തൂൻ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, ഓഫീസിൽ ഇന്നലെ അതുണ്ടായി, ഇതുണ്ടായി. നമ്മുടെ ടൈം കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. റിസർച്ച് പറയണത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ 80% കൂടുതൽ സമയം പാസ്റ്റിൽ ജീവിക്കുകയാണെന്ന്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും പറഞ്ഞും വിഷമിച്ചും സമയം പോവാണ്. അപ്പോൾ അതും ജീവിതമല്ല. നമുക്കെവിടെ എത്തണം? പ്രസൻറ്റിൽ ജീവിക്കണം. പ്രസൻറ്റ് ഈസ് എ പ്രസൻറ്റ് എന്നാ പറയാ. ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഇന്നുകളിൽ ജീവിക്കണം. അതിനാണ് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആവശ്യം. ഇന്നുകളിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ കണ്ണ് തുറക്കണം. ഈ 3-ാം കണ്ണിൻ്റെ ഓപ്പറേഷൻ നടന്നിരിക്കണം. നമ്മുടെ തിമിരം മാറിയിരിക്കണം. അപ്പോഴും നമ്മൾ ഇന്നുകളിൽ ജീവിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നവരെ ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? പാസ്റ്റിൽ നിന്ന് പാഠം പഠിക്കുക. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ചെയ്യുന്നതിൻ്റെ ബാക്കിയാണ് നാളെ. ഇന്നുകളിൽ ഞാൻ നല്ലത് ചെയ്തുകൊണ്ടേ പോവുക. അപ്പോൾ എൻ്റെ നാളുകൾ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് ഉത്കണ്ഠയുടെ ആവശ്യമേ അപ്പോൾ വരില്ല. ഇന്ന് നമ്മൾ വേണ്ടാത്തത് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നാളുകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഭയം ഉണ്ടാവണേ, ഉത്കണ്ഠ വരണത്. അപ്പം നമ്മൾ ശരിയാക്കേണ്ട എവിടെയാണ്? ഇന്നലെയും പോയി ശരിയാക്കാൻ പറ്റില്ല, നാളെയും പോയി ശരിയാക്കാൻ പറ്റില്ല. ശരിയാക്കാൻ പറ്റുന്നത് എവിടെയാണ്? കറക്ഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നത് ഇന്നുകളിലാണ്. അതുകൊണ്ടാണ് കുംഭകർണൻ നോക്കൂ, ലാസ്റ്റ് വിഭീഷണന്റെ അടുത്ത് എന്താ പറയണേ? നീ രാമന്റെ കൂടെ ചേർന്നു, പക്ഷെ ഞാൻ രാമബാണം ഏൽക്കാൻ പോവാ. കാരണം ഉണർന്നത് എപ്പോഴാ? യുദ്ധം വന്നപ്പോഴേ ഉണർന്നുള്ളൂ. അവിടെ നമ്മൾ ആലോചിക്കുക, കാലം നമ്മളോട് വിളിച്ചു പറയണത് എന്താണ്? സമയം അല്ലേ? കലിയുഗമായി. ചതുർയുഗങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്ത്, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം.
കാലം വേഗം തിരിഞ്ഞെത്തി. ഇപ്പൊ കാലം തിരിഞ്ഞിട്ട് എവിടെ എത്തി? കാലം തിരിഞ്ഞു. ലങ്ക കാലം. കാലം വേഗം തിരിഞ്ഞ് ലങ്കയായി. ഈ ലങ്കയിൽ നിന്ന് നമുക്ക് എവിടെ എത്തണം? വീണ്ടും കലിയുഗം വീണ്ടും മാറാൻ പോവാ. സത്യയുഗത്തിന് വെളിച്ചം വരാൻ പോവാ. ഒന്നുകിലും നമുക്ക് വെളിച്ചത്തിലേക്ക് പോകാനുള്ള എഫേർട്ട് എടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഇരുട്ടിന്റെ ഭാഗമായിട്ട് തന്നെ, അധർമ്മത്തിന്റെ ഭാഗമായി, സർവനാശത്തിന്റെ ഭാഗമായി കുംഭകർണനെ പോലെ രാവണനോടൊപ്പം നശിക്കേണ്ടി വരും. 2 ചോയ്സാണ് നമ്മുടെ മുന്നിൽ, 2 ഓപ്ഷനാ. ഒന്നുകിൽ രാവണനോടൊപ്പം അല്ലെങ്കിൽ രാമനോടൊപ്പം. ഒന്നുകിൽ ഭോഗിയായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ യോഗി ജീവിതം ജീവിക്കുക. ഭോഗിയാണെങ്കിൽ ഇരുട്ടിനോടൊപ്പം അധർമ്മത്തിനോടൊപ്പം സർവനാശം ഉണ്ടാക്കും. രാമനോടൊപ്പമാണെങ്കിൽ യോഗി ജീവിതമാണെങ്കിൽ സുഖവും ശാന്തിയും സന്തോഷവും നിറഞ്ഞ വെളിച്ചത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം നമ്മുടെ ഭാവി ശ്രേഷ്ഠമാണ്. ഒരു തീരുമാനം നമ്മൾ ഓരോരുത്തരും സ്വയം എടുക്കുക. എനിക്ക് രാവണൻ്റെ കൂടെ പോകണോ അത് രാമൻ്റെ കൂടെ ചേരണോ? പക്ഷെ ലാസ്റ്റ് സർവനാശത്തിൻ്റെ സമയത്ത് ഉണർന്നെഴുന്നേറ്റിട്ട് കാര്യമില്ല. ഉണരുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ, ഇന്ന്, ഈ നിമിഷം. അതുകൊണ്ടാണ് ഭഗവാൻ പറയണം നൗ ഓർ നെവർ. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലില്ല. ഏത് നല്ല കാര്യം ചെയ്യണോ ശുഭസ്യ ശീഘ്രം. ഇപ്പം തീരുമാനം എടുക്കും, നല്ല തീരുമാനം എടുക്കും, എന്നിട്ട് നല്ല ചുവടുകൾ വയ്ക്കും. എങ്കിലേ കുംഭകർണനെതിരെ നിന്ന് നമ്മൾ ഉണരും. നമുക്ക് അല്പസമയം ധ്യാനത്തിലിരുന്ന് സത്സംഗം പൂർത്തിയാക്കാം. ഉണരാനുള്ള സമയമാണ്. വിവേകാനന്ദ സ്വാമി നൽകിയ പ്രബോധനം ഉൾക്കൊള്ളൂ. ഉത്തിഷ്ഠത ജാഗ്രത, പ്രാപ്യവരാൻ നിബോധിത. ഉണരൂ, എഴുന്നേൽക്കൂ, യോഗ്യരായ ഗുരുവിനെ കണ്ടെത്തി ലക്ഷ്യത്തിലെത്തിച്ചേരും വരെ പ്രയത്നിക്കൂ. ഗ്രേറ്റ് എഫേർട്ടുകൾക്കുള്ള സമയമാണിത്. മഹത്തായ പ്രയത്നത്തിനുള്ള സമയം. അവിദ്യയിൽ നിന്നുണരൂ. കണ്ണാടിയുടെ മുന്നിൽ കാണുന്ന ഈ ദേഹം, ഇതിൻ്റെ നിറം, രൂപം, ഭാഷ, ലിംഗം, മതം, രാജ്യം, ഇതെല്ലാം ഈ നാടകശാലയിലെ സംവിധാനങ്ങളാണ്. വേഷാഭിനയിക്കാൻ കിട്ടിയ ഉപാധികളാണ്. മൂന്നാം കണ്ണ് തുറക്കൂ. ഇരുപുരികങ്ങളുടെ മധ്യത്തിലേക്ക് ശ്രദ്ധിക്കൂ. തലച്ചോറിനുള്ളിൽ ഹൈപ്പോതലാമസിനടുത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് സമീപം തിളങ്ങുന്ന ഈ മസ്തിഷ്കത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന കൺട്രോളറാണ് ഞാൻ. മസ്തിഷ്കവും നാഡീവ്യൂഹവുമെല്ലാം ആശയം എത്തിക്കുന്നതും ആശയം എടുത്തിട്ട് പോകുന്നതും എന്നിൽ നിന്നാണ്. ഞാൻ കൺട്രോളർ പുറത്തിറങ്ങിയാൽ മസ്തിഷ്കം പോലും പ്രവർത്തിക്കില്ല. നെറ്റിത്തടത്തിനുള്ളിൽ പ്രകാശിക്കുന്ന അവിനാശിയായ അനശ്വരനായ ഊർജകണം ആത്മസത്തയാണ് ഞാൻ. ആത്മാവായ എന്നിലെ ഊർജം, അറിവ് നിറഞ്ഞ വെളിച്ചമാണ് ഞാൻ.
ഞാൻ തന്നെയാണ് അറിവ്. മസ്തകത്തിലേക്ക് ശ്രദ്ധിക്കൂ. ആത്മാവാകുന്ന ചൈതന്യ കണത്തിൽ നിന്നൊഴുകുന്നത് ജ്ഞാനപ്രകാശമാണ്. ഞാനും ലൈറ്റ്, ശരീരവും ലൈറ്റ്, ഡബിൾ ലൈറ്റ്. മനസ്സും ഭാരരഹിതം, ശരീരവും ഒരു മാലാഖയെ പോലെ ആത്മീയ ഊർജം കൊണ്ട് നിറഞ്ഞ് ഉന്മേഷോത്സാഹത്തിൻ്റെ 2 ചിറക് കിട്ടിയതുപോലെ ഉണ്ട് അപ്പോൾ. ഈ ചിറകിലൂടെ പറന്നുയരാം. ഓം ശാന്തി.